ഡൽഹി മുഖ്യമന്ത്രിയെ ബിജെപി ഇന്ന് പ്രഖ്യാപിച്ചേക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ തിരിച്ചെത്തുന്നതിന് പിന്നാലെ ബിജെപി നേതൃയോഗം ചേരും. എംഎൽഎമാരിൽ നിന്ന് തന്നെയാകും മുഖ്യമന്ത്രി എന്നാണ് വിവരം. ER രാഗേഷ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. രാഗേഷ്, പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിനൊക്കെ ഒടുവിൽ എംഎൽഎമാരിൽ നിന്ന് തന്നെ ഒരാൾ, അതിൽ ഒരു സ്ത്രീ മുഖമാവാനുള്ള സാധ്യത, അങ്ങനെയൊക്കെ ഒരു ഫൈനൽ നിഗമനങ്ങളിലേക്ക് പോകുന്നുണ്ടോ? എപ്പോഴത്തേക്ക് പ്രഖ്യാപനമുണ്ടാവും? ശ്രീജ, ഏതായാലും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഡൽഹിയിൽ BJP 27 വർഷത്തിന് ശേഷം അധികാരം പിടിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനത്തിലായിരുന്നു. അദ്ദേഹം ഏതായാലും തിരിച്ചെത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് നിർണായക ചർച്ചകൾ നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 15 പേരുകൾ ഇപ്പോൾ നിലവിൽ ചുരുക്കപ്പട്ടിക ഉണ്ട് എന്നാണ് BJP നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ MLA-മാർ പുറമെ MP-മാരെ കൂടി പരിഗണിച്ചു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, MLA-മാരിൽ നിന്ന് തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതിൽ തന്നെ 48 പേരിൽ 15 പേരുടെ ചുരുക്കപ്പട്ടിക ഈ ഘട്ടത്തിൽ BJP തയ്യാറാക്കിയിട്ടുണ്ട്. ആ 15 പേരിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും അടക്കം പ്രഖ്യാപിക്കുക. അങ്ങനെ 9 പേരെ തെരഞ്ഞെടുക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിർണായക യോഗം ഇന്ന് നടക്കും. ഈ യോഗത്തിന് ശേഷം MLA-മാരുടെ യോഗം വിളിച്ചേർത്ത് തീരുമാനം പ്രഖ്യാപിക്കും. അതാണിപ്പോൾ BJP ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ JP നഡ്ഡ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ആശയക്കുഴപ്പമില്ല, 15 മിനിറ്റ് മതി ഈ തീരുമാനം പ്രഖ്യാപിക്കാനെന്നാണ് നേതാക്കൾ പറഞ്ഞിരുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പേര് ദുഷ്യന്ത് ഗൗതമാണ്. അദ്ദേഹം ദളിത് വിഭാഗത്തിനുള്ള നേതാവാണ്, BJP-യുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷെ അദ്ദേഹം കരോൾബാഗ് മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. ഇതോടുകൂടിയാണ് മറ്റു പേരുകളിലേക്ക് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഏതായാലും പല പേരുകൾ ഇപ്പോഴും ചർച്ചകൾ ഉണ്ട്. അതിൽ തന്നെ ആശിഷ് സൂദിന്റെ പേരിന് ഈ ഘട്ടത്തിൽ മുൻഗണന ഉണ്ട് എന്നാണ് നേതാക്കൾ പറയുന്നത്. ആശിഷ് സൂദ് നേരത്തെ സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ നേതാവായി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലമായി BJP ഡൽഹി രാഷ്ട്രീയത്തിൽ സജീവമാണ്. അദ്ദേഹം RSS-ഉമായി അടുത്ത ബന്ധമുണ്ട്. ഒപ്പം തന്നെ JP നഡ്ഡ അടക്കമുള്ളവരുമായി ബന്ധമുണ്ട്. ജനക്പുരി മണ്ഡലത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. ഇതിന് പുറമെ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് സാഹിബ് സിംഗ് വർമ്മയുടെ പേര് ഇപ്പോഴും ചർച്ചകളിൽ സജീവമാണ്. നിലവിലെ സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന വിജേന്ദ്ര ഗുപ്തയ്ക്ക് ഇപ്പോഴും സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. മുൻ അധ്യക്ഷൻ സതീഷ് ഉപാധ്യായയുടെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ വനിതകളിലേക്കും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. വനിതാ മുഖ്യമന്ത്രി ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയെങ്കിൽ 2 പേരുകളാണ് BJP പരിഗണിക്കുക. ഒന്ന് ശിഖാറായി, അവർ വിജയിച്ചത് ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിലാണ്. അവിടെ സൗരവ് ഭാരദ്വാജിനെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിജയിച്ചു വന്നത്. ഇത് കൂടാതെയുള്ള മറ്റൊരു പേര് രേഖ ഗുപ്തയാണ്. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ആയ വന്ദന കുമാരിയെ പരാജയപ്പെടുത്തിയ രേഖ ഗുപ്ത നേരത്തെ ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയന്റെ അധ്യക്ഷയായിട്ടുണ്ട്. അങ്ങനെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ സജീവമായി രാഷ്ട്രീയ രംഗത്ത് വന്ന വ്യക്തിത്വമാണ് രേഖ ഗുപ്ത. അപ്പോൾ ഈ 5 പേരുകൾ ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇവരിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിലേക്ക് BJP കടക്കുക. ഏതായാലും കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം തന്നെയായിരിക്കും അന്തിമം. അവരാ തീരുമാനമെടുത്ത് MLA-മാരുടെ യോഗം വിളിച്ച് പ്രഖ്യാപിക്കുകയായിരിക്കും ചെയ്യുക. ശ്രീജ, ശരി. ഡൽഹി മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പ്രധാനമന്ത്രി തിരിച്ചെത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനം വരിക. ഈ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ രാഗേഷ് പറഞ്ഞ ഈ പേരുകൾക്കൊക്കെയാണ് പ്രാമുഖ്യം.